കൃപാസനം പത്രം ജൂലൈ 2025 പാർട്ട് 3. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എറണാകുളം വളപ്പിൽ നിന്നുള്ള അനിലയുടെ സാക്ഷ്യം. മകൾക്ക് വയറുവേദന വന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് യൂട്രസ് കാണുന്നില്ല എന്ന റിപ്പോർട്ട് വന്നത്. ഉടമ്പടിയിൽ മാതാവ് ചെയ്തു തന്ന അത്ഭുതം. എൻ്റെ മകൾക്ക് വയറുവേദന വന്ന് ഡോക്ടറെ കണ്ടു. ചെറുപ്പത്തിൽ 2 തവണ വയറുവേദന വന്ന് സ്കാൻ ചെയ്ത റിസൾട്ടിലും യൂട്രസ് കാണുന്നില്ലായിരുന്നു. ഡോക്ടർ അത് ചെറിയ പ്രായത്തിൽ നടത്തിയ സ്കാനിംഗ് അല്ലേ, ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സ്കാനിങ്ങിലും യൂട്രസ് ഈസ് നോട്ട് വിഷ്വലൈസ്ഡ് എന്നാണ് കാണിച്ചത്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലയിൽ MRI എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്ന ഞാൻ പരിശുദ്ധ അമ്മയോട് അത്ഭുതം സംഭവിക്കണേ, അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേർന്നു. ഉടമ്പടി തൈലം മകളുടെ വയറിൽ പുരട്ടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. സ്കാനിംഗ് റിസൾട്ട് വന്നപ്പോൾ യൂട്രസ് ഈസ് നോർമൽ ഫോർ ഏജ്, കുട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. ദുബായിൽ നിന്നുള്ള മാത്യുവിൻ്റെ സാക്ഷ്യം. 98% കുഞ്ഞ് മരിച്ചുവെന്ന് ഡോക്ടർ പറഞ്ഞു. മെനിഞ്ചൈറ്റിസ് വന്ന കുഞ്ഞ് കൃപാസന മുപ്പിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ മകന് ഒരു ദിവസം പെട്ടെന്ന് പനി കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ക്രമാതീതമായി BP ഡൗൺ ആവുകയും ദേഹത്ത് ബ്ലാക്ക് സ്പോട്ട് കണ്ടു. ഉടനെ ICUവിലേക്ക് മാറ്റി. പരിശോധനയിൽ കുഞ്ഞിന് മെനിഞ്ചൈറ്റിസ് ആണെന്നും 98% മരിച്ചുവെന്നും 78 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നും പറഞ്ഞു. 8 ആൻറ്റിബയോട്ടിക് എടുത്തിട്ടും ഒന്നും ഫലിച്ചില്ല. അവിടെയുള്ള ഉടമ്പടി എടുത്തിരുന്ന നേഴ്സ് കൃപാസനത്തിലെ വെഞ്ചിരിച്ച ഉപ്പ് വെള്ളത്തിൽ കലക്കി കുഞ്ഞിന് കൊടുക്കുകയും ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടനെ തന്നെ കുഞ്ഞിന് സൗഖ്യം ലഭിക്കാൻ തുടങ്ങി. ഡോക്ടർമാർ ചോദിച്ചത് നിങ്ങൾ എന്തു മരുന്നാണ് കുഞ്ഞിന് കൊടുത്തതെന്നാണ്. പരിശുദ്ധ അമ്മ കുഞ്ഞിന് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. തൃശൂർ മുല്ലക്കരയിൽ നിന്നുള്ള അനിതയുടെ സാക്ഷ്യം. മകളുടെ അസുഖം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് പറഞ്ഞപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് നാവിൽ പുരട്ടാൻ പറഞ്ഞു. ആ സെക്കൻഡിൽ ഉപ്പ് ആഷ് കളറായി മാറി. എൻ്റെ മകൾക്ക് പെട്ടെന്നൊരു ദിവസം എനിക്കെല്ലാം പകുതി ഭാഗമേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടറെ കണ്ട് MRI എടുത്തപ്പോൾ ഇതൊരു റെയർ ഡിസീസ് ആണെന്നും കുട്ടിക്ക് 15 ദിവസം കൂടിയേ ആയുസുള്ളൂ എന്നും പറഞ്ഞു. അസുഖം മൂലം മകളുടെ നാവിലെയും കവിളിലെയും തൊലി പോയി റെഡ് കാർപ്പറ്റിൻ്റെ നിറമായി. ഭക്ഷണം കഴിക്കാൻ പറ്റാതായി. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി നാവിൽ പുരട്ടാൻ പറഞ്ഞു. അത് ചെയ്തപ്പോൾ തന്നെ ഉപ്പ് ആഷ് കളറായി മാറി. വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയില്ലെന്നും കുട്ടിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ലെന്നും പറഞ്ഞു. തുടർന്ന് ആഹാരമെല്ലാം കഴിക്കാൻ തുടങ്ങി. പൂർണ്ണ സൗഖ്യം സമയ ചുരുക്കത്തിൽ കിട്ടി. കോതമംഗലം കുത്തുവഴിയിൽ നിന്നുള്ള സിബിൻ ജോർജിൻ്റെ സാക്ഷ്യം. നട്ടലിന് ബൾജ് വന്നപ്പോൾ ഞാൻ ആദ്യം ആയുർവേദ ട്രീറ്റ്മെൻ്റ് എടുത്തു. വേദന കുറയാത്തതിനാൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. 10ാം ദിവസം നടന്നത്. എൻ്റെ കൈക്കും കാലിനും ശക്തമായ വേദനയും നീരും അനുഭവപ്പെട്ട് ഡോക്ടറെ കണ്ടപ്പോൾ എൻ്റെ നട്ടലിൻ്റെ 3 സ്ഥലത്ത് ബൾജ് ചെയ്തിട്ടുണ്ടെന്നും ഓപ്പറേഷൻ അല്ലാതെ വേറൊരു മാർഗവുമില്ലെന്നും പറഞ്ഞു. 1.5 മാസം ആയുർവേദ ട്രീറ്റ്മെൻ്റ് എടുത്തുവെങ്കിലും കുറയാതായപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയി ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഡോക്ടറെ വീട്ടിൽ ചെന്ന് കണ്ടു. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റിന് എഴുതി തന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റുമാറ്റിക് ഫീവർ ആണെന്നും വർഷങ്ങളോളം മരുന്ന് കഴിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ആശ്വാസം ലഭിക്കുകയും 10ാം ദിവസം ജോലിക്ക് പോകാനും സാധിച്ചു. വീണ്ടും സെക്കൻഡ് ഒപ്പീനിയന് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യുകയും യാതൊരു കുഴപ്പവുമില്ലെന്നും ഡോക്ടർ പറഞ്ഞു. മുംബൈയിൽ നിന്നുള്ള ടിൻസിയുടെ സാക്ഷ്യം. 13 വർഷമായി എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്തപ്പോൾ ടിൻസി എന്ന് പേര് വിളിച്ച് മാതാവ് സ്വപ്നത്തിൽ ഒരു കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 13 വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഗർഭാശയ സംബന്ധമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പല ടെസ്റ്റുകളും സർജറിയും IVFും ഒക്കെ ചെയ്തുവെങ്കിലും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം വയറിൽ പുരട്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം എനിക്ക് പീരിയഡ്സ് ആകാതെ വന്നപ്പോൾ
പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ടെസ്റ്റ് ചെയ്യേണ്ട, അത് നെഗറ്റീവായാൽ ഞാൻ വീണ്ടും അപ്സെറ്റ് ആകുമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് എനിക്കൊരു അടയാളം തരണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് രാത്രി മാതാവ് ടിൻസി എന്ന് പേര് വിളിച്ച് ഒരു കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തരുന്നതായി സ്വപ്നം കണ്ടു. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു. ഒരു ആൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. കൽപ്പറമ്പിൽ നിന്നുള്ള ലിസി ജോസിന്റെ സാക്ഷ്യം. 1 ലക്ഷത്തിന്റെ ഇഞ്ചക്ഷൻ എടുത്താൽ 1.5 വർഷം വരെ കാഴ്ച ലഭിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഉടമ്പടിയെടുത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം നടന്ന അത്ഭുതം. എൻ്റെ ഭർത്താവ് വിദേശത്ത് നിന്ന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് നാട്ടിലെത്തി. ഡോക്ടറെ കണ്ട് ഓപ്പറേഷൻ ചെയ്ത് കണ്ണിന് ചെറിയ രീതിയിൽ കാഴ്ച ലഭിച്ചുവെങ്കിലും കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടു. ഡോക്ടറെ കണ്ടപ്പോൾ 1 ലക്ഷത്തിന്റെ ഇഞ്ചക്ഷൻ എടുത്താൽ 1.5 വർഷം വരെ കാഴ്ച ലഭിക്കുമെന്ന് പറഞ്ഞു. ഒരു തവണ ഞങ്ങൾ ആ ഇഞ്ചക്ഷൻ എടുത്തു. കൊറോണ സമയത്ത് ആ ഇഞ്ചക്ഷൻ ലഭിക്കാതായപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 4 വർഷമായി ഇന്നുവരെ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാഴ്ചയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. കൂടാതെ എൻ്റെ മകന് വിസ കിട്ടാതെ വന്നപ്പോൾ 4ാമത്തെ പുതുക്കലിന് നിയോഗം എഴുതിയിട്ടു. അപ്പോൾ തന്നെ മകന് വിസ ലഭിച്ചുവെന്ന് പറഞ്ഞ് എൻ്റെ ഫോണിൽ മകൻ്റെ മെസ്സേജ് വന്നു. കോഴിക്കോട് മാഹിയിൽ നിന്നുള്ള ആന്റണി മാത്യുവിൻ്റെ സാക്ഷ്യം. ജീവിതം കൂട്ടിമുട്ടിക്കാൻ പല തൊഴിൽ വേഷങ്ങൾ ഞാൻ കെട്ടി. ആദ്യം അവിശ്വസിച്ചുവെങ്കിലും ഉടമ്പടിയിൽ മാതാവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നത്. ഞാൻ BEd കഴിഞ്ഞ് ജോലിയൊന്നും ലഭിക്കാതെ ജീവിതം കൂട്ടിമുട്ടിക്കാൻ പല തൊഴിൽ വേഷങ്ങളും കെട്ടി. ഇതിനിടയിൽ ബാങ്കിൽ നിന്ന് 8 ലക്ഷം ലോൺ എടുത്ത് അയർലൻഡിൽ പോകുന്നതിന് ശ്രമിച്ചു. 1.5 വർഷമായിട്ടും അതൊന്നും ശരിയായില്ല. PSC പരീക്ഷകളൊക്കെ എഴുതിയിട്ടും ജോലിയൊന്നും ശരിയായില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഉടമ്പടി പ്രാർത്ഥനകൾ കൃത്യമായി പാലിക്കുകയും ദിവസവും കുർബാനയിൽ പങ്കെടുക്കുകയും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ചെയ്തു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പോലും അറിയാതെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പോണ്ടിച്ചേരി സെൻട്രൽ ഗവൺമെന്റിന്റെ അധ്യാപക നിയമനത്തിലെ പ്രൊവിഷണൽ ലിസ്റ്റ് വരികയും അതിൽ 1ാം റാങ്ക് എനിക്ക് ലഭിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്തു. കൂടാതെ അയർലൻഡിൽ പോകുന്നതിന് കൊടുത്ത 8 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ തിരികെ ലഭിച്ചു. കൊല്ലം കുളത്തുപുഴയിൽ നിന്നുള്ള ഷൈനി ഫിലിപ്പിന്റെ സാക്ഷ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വെഞ്ചരിച്ചു തന്ന കാശുരൂപം പിടിച്ചുകൊണ്ട് 8 ലക്ഷം രൂപയുടെ കടങ്ങൾ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് വഴികൾ തുറന്നു തന്ന സാക്ഷ്യം. ഞങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ കാശുരൂപം വെഞ്ചരിച്ചു തന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച വില കിട്ടാഞ്ഞതിനാൽ സ്ഥലം വിറ്റില്ല. ഞാൻ പരിശുദ്ധ അമ്മയോട് സ്ഥലം വിറ്റില്ലെങ്കിൽ ഞങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ചിട്ടി പിടിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി കാശുരൂപം ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തുവിടുകയും ആദ്യത്തെ ചിട്ടി ഞങ്ങൾക്ക് വീഴുകയും 3 മാസത്തിനുള്ളിൽ 8 ലക്ഷം രൂപയുടെ കടബാധ്യത തീർക്കുവാനും സാധിച്ചു. കൂടാതെ 15 വർഷമായി വേരിക്കോസിന്റെ അസുഖം മൂലം എനിക്ക് കാൽ കഴപ്പും ഞരമ്പ് വീക്കവും വേദനയുമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പിന്നീട് ഇതുവരെ ആ അസുഖം എനിക്കുണ്ടായിട്ടില്ല. കുമ്പളങ്ങിയിൽ നിന്നുള്ള ജോസഫീന സിൽവസ്റ്ററിന്റെ സാക്ഷ്യം. നക്ഷത്രം പോലെ 2 ബ്രസ്റ്റിലും മുഴകൾ വന്നപ്പോൾ ഞാൻ ഉടമ്പടിയെടുത്തു. മാതാവ് ഇടപെട്ടത് ഇങ്ങനെ. എൻ്റെ 2 ബ്രസ്റ്റിലും 2-3 സെന്റിമീറ്ററുള്ള മുഴകളും നക്ഷത്രം പോലെയുള്ള മുഴകളും വന്നു. ഡോക്ടറെ കണ്ടപ്പോൾ 2 ബ്രസ്റ്റും ഒരേ സമയം സർജറി ചെയ്ത് മുഴകൾ എടുത്തു കളയാം. മുഴകൾ വലുതാകുന്നത് കൊണ്ട് ക്യാൻസർ ആണോ എന്ന് സംശയമുണ്ട്, ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം കോവിഡ് വ്യാപനമുണ്ടായതിനാൽ കൊറോണയ്ക്ക് ശേഷം സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയം ഞാൻ ഉടമ്പടി തൈലം 2 ബ്രസ്റ്റിലും പുരട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 2 വർഷം കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ എന്തോ ഒരു ചേഞ്ച് കാണുന്നുണ്ട്, ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. 2 ബ്രസ്റ്റിലെയും മുഴകൾ മാറി എന്ന് പറഞ്ഞു. എറണാകുളം കലൂരിൽ നിന്നുള്ള നിഷയുടെ സാക്ഷ്യം. നീ ബലഹീനനായിരിക്കുമ്പോഴാണ് കൂടുതൽ ശക്തനായിരിക്കുന്നത്. നിഷയുടെ നോട്ട് ബൈ മെറിറ്റ് സാക്ഷ്യം. ഒരു അധ്യാപികയായി ഞാൻ ഹൈസ്കൂളിലേക്ക് പ്രൊമോഷന് വേണ്ടി കേട്ടറ്റ് എക്സാം 4 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല. വീണ്ടും എക്സാം എഴുതുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ പനി പിടിച്ച് കിടപ്പിലായി.
ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഹാൾ ടിക്കറ്റുമായി വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ അന്ന് പറഞ്ഞ വചനം ഏശയ്യ 41:10 ആയിരുന്നു. അതെനിക്ക് ശക്തി പകർന്നു. വെഞ്ചരിച്ച ഉപ്പുമായി പോയി ഞാൻ എക്സാം എഴുതി. ആൻസർ കീ വന്നപ്പോൾ 82 മാർക്ക് കിട്ടേണ്ടിടത്ത് 81 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുകയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ എനിക്ക് എക്സാം പാസ്സാകുന്നതിനും സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. കൊല്ലത്തു നിന്നുള്ള പ്രിൻസിയുടെ സാക്ഷ്യം. ഉടമ്പടിയിലിരിക്കുമ്പോൾ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാകാൻ പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച അത്ഭുത രോഗസൗഖ്യങ്ങൾ. എനിക്ക് 10 വർഷമായി പീരിയഡ്സ് ആകുമ്പോൾ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്ങും പെയിനും വരുമായിരുന്നു. ഞാൻ പല ഹോസ്പിറ്റലുകളിലും കാണിച്ച് മരുന്ന് കഴിക്കുകയും വേദന വരുമ്പോൾ പെയിൻ കില്ലർ ധാരാളമായി കഴിക്കുകയും ചെയ്തിരുന്നു. 6 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പെയിൻ കില്ലർ കഴിക്കേണ്ട അവസ്ഥയായിരുന്നു. ഓവറായിട്ട് ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 2 വർഷമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല. കൂടാതെ എൻ്റെ തലയുടെ ഉച്ചിയിൽ ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു. അത് വളരുകയും ഒപ്പം വേദനയും ഉണ്ടായിരുന്നു. ഉടമ്പടി തൈലം പുരട്ടി പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. മലപ്പുറം ആയാംകുടിയിൽ നിന്നുള്ള അലീനയുടെ സാക്ഷ്യം. 20 വർഷമായി ഒരു ഭവനം പണിയുന്നതിന് തടസ്സമായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ ഉണ്ടായ ദൈവിക ഇടപെടൽ. ഞങ്ങൾ 20 വർഷമായി ഒരു ഭവനം പണിയുന്നതിന് ശ്രമിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തടസ്സങ്ങളെല്ലാം മാറി ഭവനം പെട്ടെന്ന് തന്നെ പണിയാൻ സാധിച്ചു. കൂടാതെ ഞങ്ങൾ അയർലൻഡിലായിരുന്ന സമയത്ത് ഭർത്താവ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് 2 പ്രാവശ്യം എഴുതിയിട്ടും പാസ്സായില്ല. അദ്ദേഹം ഡിപ്രഷനിലായി. എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. എൻ്റെ കഴിവുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഭർത്താവ് പാസ്സാവുകയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ ഭർത്താവിനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നതിൻ്റെ ഫലമായി എക്സാം എഴുതി പാസ്സായി.